കൊല്ലം ലോക്സഭാ സീറ്റിൽ വീണ്ടും മത്സരിക്കുന്ന കെ പ്രേമേന്ദ്രനെ കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു വീഡിയോ സ്റ്റോറിക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ കമൻസുകൾ വന്നിരുന്നു. ഞങ്ങളതിൽ പറഞ്ഞതിൻ്റെ ഒരു പൊരുളെന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നുകൂടി ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞങ്ങളെ ആക്ഷേപിച്ചവരുണ്ട്. പ്രേമേന്ദ്രൻ്റെ രാഷ്ട്രീയ പോക്ക് എങ്ങോട്ടാണ്, ഇത് എവിടെ ചെന്നെത്തും എന്നൊരു കൃത്യമായ ഒരു നിർവചനമാണ് ഞങ്ങൾ ആ വീഡിയോ സ്റ്റോറിയിൽ ഉദ്ദേശിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഉൾപ്പെടെ 8 MP-മാരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ കാന്റീനിലേക്ക് ഉച്ചഭക്ഷണത്തിന് വിരുന്നിന് ക്ഷണിച്ചതും മുന്നറിയിപ്പൊന്നും ഇല്ലാതെ ഇവർ 8 പേർ പ്രേമചന്ദ്രൻ ഉൾപ്പെടെ പങ്കെടുത്തതുമൊക്കെ വലിയ വാർത്തകളായി വന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെ ഞങ്ങൾ അന്ന് പറഞ്ഞ സ്റ്റോറിയിൽ സൂചിപ്പിച്ച ഒരു കാര്യം വീണ്ടും പ്രേമേന്ദ്രൻ ആ ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഞങ്ങളുടെ വിലയിരുത്തൽ തെറ്റുന്നില്ല എന്നതിൻ്റെ സൂചന കൂടി ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് അദ്ദേഹം ഇങ്ങനെ നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പെട്ടെന്ന് വിളിച്ചുപോയി പങ്കെടുത്ത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും കൂടി 8 MP-മാരെ വിളിച്ച കൂട്ടത്തിലാണ്. അതിൽ 3 BJP MP-മാരും ബാക്കി ഉള്ളവർ മറ്റ് പാർട്ടികളിൽ നിന്നും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിൽ പ്രേമേന്ദ്രനും ഉൾപ്പെട്ടത് എന്തുകൊണ്ട്, എങ്ങനെയാണ്, മോദി എന്താണ് മനസ്സിൽ കണ്ടത് അല്ലെ മരത്തിൽ കണ്ടത് എന്നതൊക്കെ പിന്നീട് പ്രൂവ് ചെയ്ത് വരികയാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ അളവറ്റ് പുകഴ്ത്തിക്കൊണ്ട് കെ പ്രേമേന്ദ്രൻ കൊല്ലത്ത് കുണ്ടറയിൽ ചെയ്ത ഒരു പ്രസ്താവന. അതായത് അവിടുത്തെ ഒരു ചടങ്ങിൽ, അതായത് കുണ്ടറ റെയിൽവേ സ്റ്റേഷന്റെ മേൽപ്പാല നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നു, ഓൺലൈനായിട്ട് നിർവഹിക്കുന്നു. അതിന് ആ ചടങ്ങിൽ സംസാരിക്കുന്ന കെ പ്രേമേന്ദ്രൻ MP, സിറ്റിംഗ് MP, RSPയുടെ MP, UDF MP നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി സംസാരിക്കുകയാണ്. അപ്പോൾ ആ സദസ്സിലിരിക്കുന്നവരിൽ BJP-ക്കാരായിരിക്കണം, അവരൊക്കെ കൈയടിക്കുന്നു, ശബ്ദത്തിൽ കൈയടിക്കുന്നു, ജയ് ഭാരതമാതാ കീ ജയ് വിളിക്കുന്നു. ആകെ ഒരു BJP ലൈൻ മീറ്റിംഗ് ആണ് കൊല്ലത്തെ UDF MP-യുടെ മീറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അന്തരം ആലോചിച്ച് നോക്കൂ, പ്രേമചന്ദ്രൻ എങ്ങോട്ട് പോകുന്നു എന്ന്. ഞങ്ങൾ അന്നത്തെ വീഡിയോ സ്റ്റോറി പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു, കോൺഗ്രസ് കാണിക്കുന്ന മണ്ടത്തരം. കോൺഗ്രസിൽ തന്നെ നേതാക്കൾ ഒന്നൊന്നായിട്ട് BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൾ ഇന്ത്യ. ഇനി കേരളത്തിൽ മാത്രമേ ഉള്ളത് കാര്യമായിട്ട് നടക്കാൻ. അതെപ്പോൾ വരുമെന്ന് നമ്മൾ കേട്ടാൽ മതി. മറ്റ് പല സംസ്ഥാനങ്ങളിലും അറിയപ്പെടുന്ന നേതാക്കൾ BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞത്, കോൺഗ്രസിനൊരു മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങൾ കൊല്ലം സീറ്റ് ഇത്തവണ വീണ്ടും പ്രേമചന്ദ്രന് കൊടുത്താൽ, അദ്ദേഹം ജയിച്ചാൽ, നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായാൽ, BJP അധികാരത്തിൽ വന്നാൽ, നാളെ പ്രേമചന്ദ്രൻ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകും BJP-യുടെ NDA-യുടെ ഭാഗമായിട്ട്. കാരണം ഒരൊറ്റ MPയേ ഉള്ളൂ, വേറെ MLA-മാർ പോലും ഇല്ല. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമമൊന്നും പ്രേമചന്ദ്രന് ബാധകമല്ല. ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം കൂടി, പ്രേമചന്ദ്രൻ ഒരു പാർട്ടിയെ വിഴുങ്ങിയിട്ട് സ്വയം വളർന്ന് വലുതാകുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇപ്പോൾ കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലം നിർമ്മാണ ഉദ്ഘാടനത്തിൽ നരേന്ദ്രമോദിയെ എത്രയോ പുകഴ്ത്താമോ അത്രയും പുകഴ്ത്തി അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പ് പോലും പൂർത്തിയായിട്ടില്ല, കുണ്ടറ മേൽപ്പാലത്തിൻ്റെ. അവിടെയാണ് പ്രവർത്തികളുടെ ഉദ്ഘാടനം. അതായത് ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് കൂടി പറയാം. അത് പ്രേമേന്ദ്രനും ഒക്കെ ആലോചിച്ച് ചെയ്തതായിരിക്കാം. കാരണം ഇലക്ഷനല്ലേ, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് കാണിക്കണ്ടേ കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്. അപ്പം ഇതൊക്കെ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. പ്രേമേന്ദ്രന്റെ പോക്ക് എവിടേക്കാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് സ്വന്തം മുന്നണി നേതാക്കളെ പുകഴ്ത്തുന്നതിനേക്കാൾ അതിഭീകരമായിട്ട് അതിൻ്റെ അങ്ങേയറ്റത്ത് നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന ഒരു കൊല്ലം UDF MP എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെയോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ കേരളത്തിലെ UDF നേതാക്കളെയോ പുകഴ്ത്തുന്നതിനൊക്കെ അപ്പുറം അദ്ദേഹം നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നത് എന്തിനാണ്? ഇനി മറ്റൊരു തെളിവ് കൂടി ഞങ്ങൾ പറയാം, എന്തുകൊണ്ട് പ്രേമചന്ദ്രൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ. ഈ കഴിഞ്ഞ ദിവസം ഈ 8 MP-മാരിൽ ഒരാൾ ഓൾറെഡി BJP ചേർന്നു. അത് നമ്മൾ വാർത്ത വായിച്ചായിരുന്നു. അതൊക്കെ മാധ്യമങ്ങൾ കാര്യമായിട്ട്
കൊടുക്കില്ലെന്നറിയാം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ. യു പിയിൽ നിന്നുള്ള BSP MP ആണ്, ബഹുജന സമാജ് പാർട്ടിയുടെ മായാവതിയുടെ BSPയിലെ ലോക്സഭാ അംഗമായ ഹൃദേശ് പാണ്ഡെ കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നുകൊണ്ട് ട്വീറ്റ് ചെയ്തു. എക്സിൽ, പഴയ ട്വിറ്റർ ട്വീറ്റ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ യു പിയിൽ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് സിംഗ് യാദവിൻ്റെ പാർട്ടിയുടെ MLA കൂടിയാണ്. അപ്പം വിരുന്നിന് ഫലം കിട്ടി. ഇനി പ്രേമേന്ദ്രന്റെ ഊഴമാണ്. അത് BJP ചേരണമെന്നില്ല. RSP എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രേമേന്ദ്രനാണ്. RSP പ്രേമേന്ദ്രൻ NDAയിലേക്ക് അങ്ങ് ചേർത്താൽ മതിയല്ലോ. വേറെ കാര്യങ്ങൾ വളരെ എളുപ്പമല്ല. ബീഹാറിലൊക്കെ നിതീഷ് കുമാർ ചെയ്യുന്ന പോലെ. ഇത് ഒറ്റ പാർട്ടിയല്ലേ ഇപ്പൊ, ഒറ്റ MP ഉള്ളു, MLA മാരൊന്നുമില്ല. വളരെ എളുപ്പമാണ്. പ്രേമേന്ദ്രൻ RSP എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ലാതെ വേറെ ഷിബു ബേബി ഉണ്ടെന്ന് ഇതിൻ്റെ അതിപ്പം സംസ്ഥാന സെക്രട്ടറിക്ക് വലിയ റോളൊന്നും ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അപ്പൊ അങ്ങനെ അതങ്ങ് NDAയിലേക്ക് ഒരു സഖ്യകക്ഷിയായിട്ട് അങ്ങ് മാറുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റിൽ വീണ്ടും അദ്ദേഹം അധികാരത്തിൽ വന്ന പ്രേമേന്ദ്രൻ മന്ത്രിയാവുന്നു. പോരെ, സുഖമല്ലേ? കേരളത്തിന് കോൾ മയിർ കൊള്ളാം. ഒരു MP, കൊല്ലത്തുനിന്നൊരു MP മന്ത്രിയാവും കേന്ദ്രത്തില്. വലിയ കാര്യമല്ലേ? ആർക്കാണ് ഇതിന്റെ ഗുണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ അതങ്ങനെ. അപ്പം ഒരു വിദ്വാൻ ഓൾറെഡി BJPയിൽ ചേർന്ന് കഴിഞ്ഞു, സമാജ്വാദി പാർട്ടിയിൽ നിന്ന്. പിന്നെ പങ്കെടുത്ത 8 MP മാരിൽ 4 പേര് BJPക്കാരാണ്. പോയിട്ട് 4 പേരേ ഉള്ളൂ മറ്റു പാർട്ടിയിൽ നിന്ന് വന്നതിൽ, പ്രേമചന്ദ്രൻ ഉൾപ്പെടെ. ഈ 4 പേരിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഈ ഹാൻഡ് പിക്ക് ചെയ്ത്, പ്രധാനമന്ത്രി ഹാൻഡ് പിക്ക് ചെയ്യുക എന്ന് പറയും. അതായത് ഈ നെറുക്കിട്ടെടുക്കുന്ന പോലെയാണ് ഹാൻഡ് പിക്ക് ചെയ്തെടുത്തിട്ടാണ് ഈ 8 പേരെ പെട്ടെന്ന് കാന്റീനിൽ ലഞ്ച് കഴിക്കാൻ മോദി പ്രധാനമന്ത്രി വിളിക്കുന്നത്. അതിൽ 3 പേര് BJPക്കാർ, 4 പേരിൽ 3 പേര് ട്രൈബൽ MPs ആണ്. ഒരാൾ രാജ്യസഭ, 2 പേര് ലോക്സഭ. അതായത് നാഗാലാൻഡിൽ നിന്നും, അതേപോലെ ലഡാക്ക് MP, ജമ്മു കശ്മീർ, പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ളൊരു ദളിത് ട്രൈബൽ MP BJP. അപ്പം 3 BJP MPമാര് പിന്നെ ട്രൈബ്സ് ആണ്. പിന്നെ 4ാമത് പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ ST ആണ്. അപ്പൊ ഇതിനകത്തൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഗെയിം നരേന്ദ്രമോദി കളിക്കുന്നുണ്ട്. അത് ബുദ്ധിയുള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാവും. L. മുരുകൻ അതിനു മുമ്പ് ആരായിരുന്നു? തമിഴ്നാട്ടിലെ ഈ കേന്ദ്ര സഹമന്ത്രി. നേരത്തെ ആരായിരുന്നു അദ്ദേഹം? ഈ രാജ്യസഭ വഴിയാണ് അദ്ദേഹം MP ആയിട്ടാണ് മന്ത്രിയായത്. അതിനു മുമ്പ് അദ്ദേഹം തമിഴ്നാട്ടിലെ RSSന്റെ ST വിഭാഗത്തിന്റെ തമിഴ്നാട്ടിലെ അതിന്റെ അധ്യക്ഷൻ, ചീഫായിരുന്നു L. മുരുകൻ. അങ്ങനെയാണ് L. മുരുകൻ BJPയിൽ വന്നിട്ട് രാജ്യസഭാംഗമായിട്ട് കേന്ദ്ര സഹമന്ത്രിയാകുന്നത്. അപ്പം 4 പേര് അങ്ങനെ. പിന്നെയുള്ള ബാക്കി ഈ 4 പേരിൽ ഒരാൾ നമ്മുടെ സ്വന്തം പ്രേമചന്ദ്രനാണ്. പിന്നെ ഇതിനകത്ത് വന്നത് ഹൃദേശ് പാണ്ഡെയുടെ കേസ് നമ്മൾ പറഞ്ഞു. പിന്നെ സംമിത് പത്ര, ബിജു ജനതാദൾ, നവീൻ പട്നായിക്കിന്റെ ഒഡീഷ എന്നുള്ള MP ആണ്. അതൊരു സൗഹൃദം. കാരണം ഒഡീഷയിലെ പാർട്ടി ഒറ്റയ്ക്ക് അവിടെ BJD ഭരിക്കുന്നെങ്കിലും, നവീൻ പട്നായിക് ഭരിക്കുന്നെങ്കിലും, പലപ്പോഴും നരേന്ദ്രമോദി സർക്കാരിനെ സഹായിക്കുന്ന നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ബിജു ജനതാദൾ, BJD എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ MP വിളിച്ചതിനകത്തും നാളെ വേണമെങ്കിൽ BJPയിലേക്ക് വേണ്ടി പോകാം. വേണ ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം ഒരു താലത്തിൽ അങ്ങോട്ട് തളികയിൽ കൊടുക്കുന്നതിന് ഒരു സൂചനയാവാം ഈ വിരുന്നിലേക്ക് വിളിച്ചത്. നാളെ അയാൾ BJD വിട്ട് ചിലപ്പോൾ അയാൾ BJP ചേരുകയും കേന്ദ്ര മന്ത്രിയോ സഹമന്ത്രിയോ ആവുകയൊക്കെ ചെയ്യാം. BJP വീണ്ടും വന്നാൽ സാധ്യതകൾ അനന്തമാണ്. ബിഹായസില് അവരവർക്ക് സ്വന്തം രാഷ്ട്രീയ ഭാവി, പിന്നെ നല്ല പദവി, നല്ല പൈസ, ഇതിനൊക്കെ പറ്റുന്ന പാർട്ടി BJP ആണെങ്കിൽ ഈ ചാടിപ്പോയാൽ എന്താ കുഴപ്പം? പ്രേമേന്ദ്രൻ അങ്ങനെ ചിന്തിച്ചുകൂടെ? നമ്മളെന്തായി പറയുന്നത്? ഇത് പ്രേമേന്ദ്രനെ കഴിക്കുമോ? ഇതൊക്കെ മറ്റുള്ളവർക്കാകാമെങ്കിൽ കാത്തിരുന്ന് കണ്ടുകൊള്ളുക വരാൻ പോണത് ആഫ്റ്റർ ഇലക്ഷൻസ്. ലോക്സഭയിലെ കഴിയുമ്പോൾ കൊല്ലം മണ്ഡലത്തിന്റെ ഫലം കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഉറപ്പിക്കാൻ പറ്റും. പിന്നെ റാംമോഹൻ നായിഡു, തെലുങ്കുദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയിലെ MP ആണ് റാംമോഹൻ നായിഡു. 2ാമത് ജയിച്ചു വന്ന ആളാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ ഇലക്ഷനിൽ ആന്ധ്രയിൽ നായിഡുവിന്റെ TDP ആയിരിക്കും കൂടുതൽ സീറ്റുകാർ നേടൂ എന്നാണ് ഇന്ത്യ ടുഡേ യുടെ പ്രവചനം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം തെലുങ്കുദേശത്തിൽ നിന്ന് ഒരാൾ എടുക്കുന്നു, നാളെ അയാളെ BJPയിലേക്ക് അങ്ങ് എടുത്താൽ മതി. ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം എന്തെങ്കിലും കൊടുത്തങ്ങ് വീണ്ടും ജയിച്ചു വന്നാൽ. അല്ലെ രാജ്യസഭയിൽ എവിടെയെങ്കിലും കയറ്റി BJP ഭരിക്കുന്നിടത്തുനിന്ന് അങ്ങ്
ഇതൊക്കെ എന്ത് എളുപ്പമൊക്കെ. മോദിക്ക് എന്താ ഇതിനൊക്കെ പ്രശ്നം? മോദിക്ക് ഇതൊക്കെ വെരി സിമ്പിൾ. അതാണ് ഈ 8 MLA-മാരെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും ഇത്രയും ഈ 1000-ലധികം MP-മാരുണ്ടായിട്ട് അതിൽ നിന്ന് 8 പേരെ ഹാൻഡ് പിക്ക് ചെയ്തത് എന്തിനാ മോദി ഈ പണി കാണിച്ചത് മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അതിൽ പ്രേമേന്ദ്രൻ പെട്ടതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വലിയ ചൂണ്ടയിട്ടിട്ടുണ്ട്. ആ ചൂണ്ടയാണ് അതിന്റെ ബലം എന്ന് പറയുന്നത്. അത് പ്രേമേന്ദ്രന് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനകളൊക്കെ മോദി പുകഴ്ത്തലായിട്ട് മാറുന്നതിന്റെ കാരണം അതാണ്. ഇതൊക്കെ ബുദ്ധിയുള്ള ആർക്കും, സാമാന്യ ബുദ്ധിയുള്ള ആർക്കും പിന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ഈ 8 MP-മാരുടെ, അതിൽ 4 പേര് ഓൾറെഡി BJP-യിലാണ്. അവര് 3 പേര് പിന്നെ ആദിവാസികൾ, വല്ല ട്രൈബ്സ്, ഒരാള് ST വിഭാഗത്തിൽ നിന്ന് പെട്ടവരാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള മുരുകൻ. ബാക്കി 4 പേരെ പുറത്തുനിന്ന് ഇങ്ങനെ ചൂണ്ടയിട്ട് നോക്കിയിരിക്കുകയാണ്. ഒരാൾ ചൂണ്ടക്കൊരുത്തു അകത്തായി കഴിഞ്ഞു. മറ്റേ ഈ അകത്താകാൻ പല വഴികളുണ്ടല്ലോ. പാർട്ടി മാറണമെന്നില്ല. പ്രേമേന്ദ്രന്റെ കേസാവുമ്പോൾ മുന്നണി മാറിയാൽ മതി, അത്ര വിഷയമുള്ളൂ. ഇതാണ് കോൺഗ്രസ്സുകാർക്ക് ഞങ്ങൾ കൊടുത്ത മുന്നറിയിപ്പ്. സൂക്ഷിച്ചോളുക, എന്താണ് വരാൻ പോകുന്നത്. വീണ്ടും ഞങ്ങൾ പിന്നെ സുധാസതി കോൺഗ്രസിനോട് പറയും. ഇപ്പോഴത്തെ കോൺഗ്രസ് ഇവിടുത്തെ അതാണല്ലോ, സുധാസതിയാണ്. അപ്പൊ സുധാസതി കോൺഗ്രസിനോട് ഞങ്ങൾ പറയുന്നു, സൂക്ഷിച്ചോളുക. കൊല്ലത്ത് ഒരു കണ്ണുകൂടി വേണം, ഒരു 3-ാം കണ്ണുകൂടി കൊല്ലത്തൊന്ന് വെച്ചോളൂ എന്ന് സുധാസതി കോൺഗ്രസിന് ഞങ്ങൾ വീണ്ടും മുന്നറിയിപ്പ് തരികയാണ്.